ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ആദ്യം ഇട്ടിരുന്ന ആ ഫോട്ടോസൊക്കെ കണ്ടല്ലോ അല്ലേ, ഈ കാർട്ടൂൺ സ്റ്റൈൽ ഫോട്ടോസ് അടിപൊളിയല്ലേ? അപ്പോൾ ഈ ഒരു 2 ആഴ്ചയായിട്ട് മിക്കവരുടെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇതുപോലത്തെ ഫോട്ടോസ് കാണാറുണ്ട്. പിന്നെ ഈ യൂട്യൂബ് ചാനലുള്ള വ്ളോഗ് ചാനലൊക്കെ ഉള്ള ആൾക്കാർ അവരുടെ ഫോട്ടോസ് വെച്ചിട്ട് ലോഗോ ഒക്കെ ചെയ്യാൻ ഇങ്ങനെ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കിത് എങ്ങനെ ചെയ്യണേ എന്നൊന്ന് കണ്ടിട്ട് വരാം. ആൻഡ്രോയിഡ് ഫോണിൽ നിന്ന് ഇതെങ്ങനെ ചെയ്യാം എന്നാണ് ഞാൻ കാണിച്ചിരുന്നത്. ഫോട്ടോ എങ്ങനെ ചെയ്യുന്നതിന് വേണ്ടി ആദ്യം ആൻഡ്രോയിഡിൻ്റെ ആപ്പ് സ്റ്റോർ എടുക്കുക. അവിടെ ടൂൺ ആപ്പ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക. TOON ടൂൺ ആപ്പ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ കിട്ടും. അത് നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ആ ആപ്പ് നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാളായി. അത് കഴിയുമ്പം ഇവിടുന്ന് ഓപ്പൺ ചെയ്യുക. അതല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ ഡെസ്ക്ടോപ്പിൽ പോയിട്ട് അതിൻ്റെ ഐക്കൺ എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അവിടുന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ആദ്യം ഈ വന്ന ഹെൽപ്പുകളൊക്കെ നമ്മൾ കണ്ടിന്യൂ കൊടുത്ത് വിട്ടുകൊണ്ടിരിക്കുക. അത് കഴിയുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് വരും. ഇതൊരു പെയ്ഡ് ആപ്പാണ്. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കേണ്ട ഒരു സെക്ഷനിലേക്കാണ് വന്നത്. അപ്പോൾ പേയ്മെൻറ്റ് കൊടുത്ത് ഇത് വാങ്ങിക്കാനുള്ളവർക്ക് ഇവിടുന്ന് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. പക്ഷേ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കാതെ എടുക്കേണ്ട രീതിയിലാണ് പോണത്. ഇത് ഈ 3 days ട്രയൽ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് സംഭവിക്കണമെന്ന് പറയുന്നത് നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ നമ്പറൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോളമാണ് വന്നത്. നമ്മൾ ശരിക്കും ആ ട്രയലിലേക്കും പോകുന്നില്ല. ആ ഭാഗത്തുനിന്ന് ബാക്ക് അടിച്ചു വിട്ടാൽ മതി. നമ്മുടെ ഫോണിലെ ബാക്ക് ബട്ടൺ അടിച്ചു കഴിയുമ്പം അവിടുന്ന് പുറത്തേക്ക് വരും. അപ്പോൾ നമ്മുടെ ഈ പെർമിഷൻസൊക്കെ ചോദിക്കുന്നുണ്ട്, അതൊക്കെ അലോ കൊടുത്ത് വിടുക. അപ്പോൾ പെർമിഷൻ അലോ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ സോഫ്റ്റ്വെയറിൻ്റെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് നേരത്തെ ചെയ്തിട്ടുള്ള കാരണം ആ ഫോട്ടോയൊക്കെ അവിടെ ഓപ്പണായി വന്നു. അത് നോക്കണ്ട. അതിൻ്റെ താഴെ ഈ ഏറ്റവും അടിവശത്തായിട്ട് ക്യാമറ എന്നും ഗാലറി എന്നും പറഞ്ഞിട്ട് 2 ഓപ്ഷനുണ്ട്. അപ്പോൾ അതിൽ ഗാലറി പോവുകയാണെങ്കിൽ നമുക്ക് നേരത്തെ ഫോണിൽ സേവ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാം. അതല്ല, പുതിയ ഫോട്ടോസ് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ ക്യാമറ ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് ലൈവായിട്ട് നമ്മുടെ ഫോട്ടോസ് എടുത്തിട്ട് ചെയ്യാം. അത് എങ്ങനെ വേണേലും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇതെങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ ഇടയ്ക്ക് ആഡുകൾ വരും. അത് ക്ലോസ് ചെയ്യുക അല്ലെങ്കിൽ ബാക്ക് അടിച്ച് വിടുക. അപ്പം നമ്മൾ ഇതേ ആ ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് വരും. നമ്മുടെ ഫോട്ടോ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കാനുള്ളത് അവിടെ ഓക്കെ കൊടുക്കുക. അത് കഴിഞ്ഞ് വി ആർ ഡ്രോയിങ് യുവർ കാർട്ടൂൺ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം, അതൊരു 2-3 സെക്കൻഡ് എടുക്കും. അപ്പോൾ ആ പ്രോസസ്സ് കഴിയുമ്പോൾ വീണ്ടും ചോദിക്കും, നമ്മുടെ പേയ്മെൻറ്റിൻ്റെ സംഭവം ചോദിക്കും. നമ്മൾ പേ ചെയ്യണില്ല, അവിടെ നിന്ന് ബാക്ക് അടിച്ച് വിടുക. അപ്പോൾ ബാക്ക് അടിച്ച് കഴിയുമ്പോൾ വീണ്ടും ആഡ് വരും. ആഡ് ചിലപ്പോൾ 2 സെക്കൻഡ് കഴിയുമ്പോൾ ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവിടെ നിന്ന് ക്ലോസ് ചെയ്യാൻ പറ്റുമെങ്കിൽ മുകളിൽ നിന്ന് ക്ലോസ് ചെയ്ത് കളയുക. അപ്പോൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞത് ഇപ്പോൾ നമ്മുടെ ഇതിലേക്ക് എത്തി. ഇതിൻ്റെ താഴെ ഇങ്ങനെ കുറേ പ്രീസെറ്റ്സ് കിടപ്പുണ്ട്. താഴെയുണ്ട്. അതിൻ്റെ ഓരോ പ്രീസെറ്റ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ മുകളിലൊക്കെ ഉണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ പ്രീസെറ്റുകളിൽ ഈ ഒരു ക്രൗൺ സിമ്പിളുള്ള പ്രീസെറ്റുകളുണ്ട്. അത് ക്ലിക്ക് ചെയ്യില്ല. അത് പേ ചെയ്താൽ മാത്രം കിട്ടാവുന്ന പ്രീസെറ്റുകളാണ്. അത് ചെയ്യില്ല. നമ്മളല്ലാത്ത പ്രീസെറ്റുകൾ, ആ ക്രൗൺ സിമ്പിൾ ഇല്ലാത്ത പ്രീസെറ്റുകൾ മാത്രം എടുക്കുക. ഒരു പ്രീസെറ്റ് ക്ലിക്ക് ചെയ്താൽ തന്നെ അതേ കുറേ മുകളിൽ അതിൻ്റേതായ കുറേ സംഭവങ്ങൾ മുകളിൽ അതിൻ്റെ പല കളറിലും പല തീമും ഒക്കെ ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ 1-2 എണ്ണം ഇങ്ങനെ എടുത്ത് കാണിച്ച് തരാം. കണ്ടോ, അടിപൊളി സംഭവങ്ങളല്ലേ തന്നെ. ഇടയ്ക്ക് നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ക്രൗൺ സിമ്പിളുള്ള ഇതിൽ ക്ലിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് ആ പേയ്മെൻറ്റിൻ്റെ ആ ഭാഗത്തേക്ക് പോകും. അത് വീണ്ടും നമ്മൾ ബാക്ക് അടിച്ച് ക്ലോസ് ചെയ്ത് വിടുക. അത് ആഡ് വന്നതും ക്ലോസ് ചെയ്ത് വിടുക. അപ്പോൾ ഇത് ഏത് വേണമെങ്കിലും നമുക്ക് സേവ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫേസ്ബുക്കിലൊക്കെ ചെയ്ത് കണ്ടേക്കണം ഇങ്ങനെ ഒരു സംഭവം, ഒരു മഞ്ഞ കളറിലൊരു ന്യൂ എന്നും പറഞ്ഞിട്ട് കിടപ്പുണ്ട്. അതെങ്ങനെയാണ് ചെയ്യണേ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതേ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ പോകും. നമ്മൾ അതിൻ്റെ മുകളിൽ ഒരു ഇറേസറിൻ്റെ സിമ്പിൾ, ആ അപ്ലൈയുടെ ഇപ്പുറം ഇറേസറിൻ്റെ സിമ്പിളുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഈ ഇറേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അതിനകത്ത് നമുക്ക് ഈ ഭാഗം നമ്മുടെ തല ഒഴിവാക്കി ബാക്കി ഭാഗങ്ങളെല്ലാം ഇങ്ങനെ സെലക്ട് ചെയ്യുക. ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്തപ്പോൾ വലിയ പാടൊന്നുമില്ല, വളരെ സിമ്പിളാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് 2 വിരൽ ഉപയോഗിച്ചാൽ വേണമെങ്കിൽ സൂം ചെയ്തിട്ട് സെലക്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കറക്റ്റായിട്ട് ആ ഭാഗം, ഈ കട്ട് ചെയ്ത് കളയേണ്ട ഭാഗങ്ങൾ, നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത ആ ഭാഗങ്ങൾ അങ്ങനെ സെലക്ട് ചെയ്തെടുക്കാം. ആ ഇറേസറിൻ്റെ തിക്നെസ്സും ബ്ലറും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതൊക്കെ താഴെയുണ്ട്. അതൊക്കെ നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ കട്ടിങ് കുറച്ചുകൂടെ നല്ല കറക്റ്റാക്കി എടുക്കാവുന്നതാണ്. ഇതങ്ങനെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത ശേഷം നമ്മൾ മുകളിൽ അപ്ലൈ കൊടുക്കുക.
നമ്മൾ 2 വിരലും കൊണ്ട് പിടിച്ച് സ്ക്യൂസ് ചെയ്താൽ നമ്മുടെ ഫേസ് ചെറുതാകും. അതുപോലെ ചെറുതാക്കി കറക്റ്റ് പൊസിഷനിൽ കൊണ്ടുപോയി അത് പ്ലേസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ മുകളിൽ അപ്ലൈ കൊടുത്താൽ അവിടെ സേവ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ കാണിക്കും. പക്ഷേ അങ്ങനെ ചെയ്യുമ്പം വേറെ പ്രശ്നമുണ്ട്. ടൂൺ ആപ്പ് എന്നും പറഞ്ഞിട്ട് ഒരു വാട്ടർമാർക്കും വരും. അതുമാത്രമല്ല, സേവ് ചെയ്യണ പിക്ചറിന് ക്വാളിറ്റി ഉണ്ടാകത്തില്ല. അപ്പോൾ അത് പരിഹരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അപ്ലൈ കൊടുക്കണില്ല. അഥവാ കൊടുത്തു പോയാൽ തന്നെ ഒന്ന് ബാക്കി അടിച്ച് പോയാൽ മതി. തിരിച്ച് നമ്മുടെ ആ വിൻഡോയിൽ തന്നെ വരും. അവിടുന്ന് നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുക. നിങ്ങളുടെ ഫോണിൽ സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഷോർട്ട് കട്ട് ഉണ്ടാവും. അതെന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തന്ന പോലെ തന്നെ ബാക്കിയുള്ള പ്രീസെറ്റുകളിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ ഇതുപോലെ ചെയ്ത് എടുക്കാവുന്നതാണ്. എന്നിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക. അങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം ഈ ആപ്പ് ക്ലോസ് ചെയ്ത് കളയുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്യാലറി പോയി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്ക്രീൻഷോട്ട് എടുത്ത ഫോട്ടോസൊക്കെ അവിടെ ഉണ്ടാവും. ആ ഫോട്ടോസ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ആ ഫോട്ടോയെ ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ വരും. അതല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫോട്ടോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഫോണിലുള്ളത് എടുത്തിട്ട് ചെയ്യുക. എൻ്റെ ഫോണിലാണെങ്കിൽ ഇപ്പോൾ ആ ഫോട്ടോയെ ക്ലിക്ക് ചെയ്താൽ തന്നെ അടിയിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അതെടുത്തിട്ട് ആ ഒന്ന് ജസ്റ്റ് ക്രോപ്പ് ചെയ്ത് മുകളിലും താഴെയും ആ സൈഡിലുമുള്ള ഈ ആപ്പിൻ്റെ ബാക്കി സംഭവങ്ങളൊക്കെ ഈ ക്രോപ്പ് ചെയ്ത് കളയുക. എന്നിട്ട് ഇവിടുന്ന് സേവ് ചെയ്യുക. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ബാക്കി ചെയ്ത സ്ക്രീൻഷോട്ടുകളുടെ എല്ലാ 4 സൈഡും ക്രോപ്പ് ചെയ്ത് സേവ് ചെയ്തെടുക്കുക. അപ്പോൾ അടിപൊളിയായിട്ടുള്ള നമ്മുടെ കാർട്ടൂൺ സ്റ്റൈൽ ഫോട്ടോസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫോട്ടോ ഇതുപോലെ അടിപൊളിയാക്കണം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഈ ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്യാൻ പൈസയുള്ളവർ പർച്ചേസ് ചെയ്ത് ചെയ്യാം. നല്ല അടിപൊളി ക്വാളിറ്റിയിൽ അതിനകത്ത് നിന്ന് തന്നെ കിട്ടും. അല്ലാത്ത ആൾക്കാർ ഇതുപോലെ ഞാൻ കാണിച്ചു തന്ന മെത്തേഡിൽ എടുത്തു കഴിഞ്ഞാൽ ക്വാളിറ്റിയിൽ സാധനം കിട്ടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളോ എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം ഒന്നുകൂടി പറയുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന ഇനിയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പം വീണ്ടും ഇതുപോലെ മനോഹരമായിട്ടൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.